ഹായ് ആൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഏത് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചിട്ടാണ്. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധ നിയമോപദേശക സമിതിയാണ് എന്ത് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 നിലവിൽ വന്നു. അതിൻ്റെ ഭാഗമായി പ്ലാനിംഗ് കമ്മീഷൻ അജയ് ജിംബറിൻ്റെ നേതൃത്വത്തിൽ മാറ്റം വരുത്തിയതാണ്. 2015 ജനുവരി 1 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ. പകരമായി വന്നത് പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ്? നീതി ആയോഗ് ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കേന്ദ്ര മന്ത്രിസഭാ പ്രമേയത്തിലൂടെ സ്ഥാപിതമായ മുൻകാല ആസൂത്രണ കമ്മീഷനാണ് നീതി ആയോഗ്. നീതി ആയോഗ് സ്ഥാപിതമായത് 2015 ജനുവരി 1. പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ആസൂത്രണ മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ അനൗദ്യോഗിക മുദ്രാവാക്യം എന്താണ്? സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. നീതി ആയോഗിൻ്റെ ആദ്യ CEO ആരാണ്? സിന്ധു സി കുള്ളർ. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആദ്യ CEO ആരാണ്? സിന്ധു സി കുള്ളർ. ആദ്യ CEO സിന്ധു സി കുള്ളർ. സിന്ധു സി കുള്ളർ. അവസാനത്തെ മെമ്പറാണ് സിന്ധു സി കുള്ളർ. പിന്നെന്താണ്? നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യൻ. ആരാണ്? BVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗങ്ങൾ ആരാണ്? VK സരസ്വത്, രമേശ് ചാന്ദ്, VK പോൾ. ആരൊക്കെയാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗങ്ങൾ? VK സരസ്വത്, രമേശ് ചാന്ദ്, VK പോൾ. നീതി ആയോഗിൻ്റെ നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറി ആരാണ്? രാജേശ്വരി റാവു ആരാണ്? നീതി ആയോഗിൻ്റെ നിലവിലെ സെക്രട്ടറി. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് നീതി ആയോഗിൻ്റെ പേരറിയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8 നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖല മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതി എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക എന്നിവയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.